എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൽ 2 മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ മാത്രം ചില വ്യത്യാസങ്ങൾ കാണുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലേതൊന്ന് റിവൈസ് ചെയ്ത് എഴുതിയാല് നമുക്കൊന്ന് വനേഡിയം എന്ന മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 23 വനേഡിയത്തിന്റെ അറ്റോമിക നമ്പർ 23 ഈ 23 വരുന്ന വനേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് 1s2 2s2 2p6 3s2 3p6 3d3 4s2 ഇങ്ങനെയാണ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞതാണ് എന്തുകൊണ്ട് ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നു, ഓരോ സബ്ഷെല്ലിലുമുള്ള പരമാവധി ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വനേഡിയം 23 അറ്റോമിക നമ്പർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മൂലകമാണ് ക്രോമിയം. ക്രോമിയത്തിന്റെ അറ്റോമിക നമ്പർ 24. നമ്മൾ ഇതുവരെ പഠിച്ച രീതിയിൽ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ ആ ഒരു ഓർഡർ ഇതാണ്: 1s2 2s2 2p6 3s2 3p6 3d4 4s2. ഇതാണ് നമ്മൾ പഠിച്ച ഊർജനില അല്ലെങ്കിൽ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളെ ഊർജം കൂടുന്ന ക്രമത്തിൽ അല്ലെങ്കിൽ ഷെൽ ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇത് ശരിയായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. എന്നാൽ ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ നോക്കിക്കോ, ഇവിടെ 3d4 4s2 ആണ് നമ്മുടെ അവസാനിക്കുന്ന ഭാഗം. അപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഡി സബ്ഷെല്ലിനെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10. പരമാവധി 10 ഇലക്ട്രോണുകൾ ഉള്ള സമയത്തോ അല്ലെങ്കിൽ ആ 10ന്റെ നേർപകുതി അതായത് 5 ഇലക്ട്രോണുകൾ ഉള്ള സമയത്തോ ആണ് ഡി സബ്ഷെല്ലിലെ ഏറ്റവും കൂടുതൽ ഊർജം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത ഉണ്ടായിരിക്കുന്നത്. ഒരു സബ്ഷെല്ലിൽ പരമാവധി അതിന്റെ പൂർണ്ണമായും ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാഗികമായി ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുന്ന സമയത്തോ ആണ് അതിന് ഊർജം കൂടുതൽ. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3d4 4s2 എന്നാണ്. ഈ d4 എന്നതിന് പകരം 5 ആയിരുന്നു എങ്കിൽ അതിന് സ്ഥിരത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ ഒരു റീഅറേഞ്ച്മെന്റ് നടക്കുകയാണ്. അതായത് നമ്മുടെ 3dയില് എന്ത് ചെയ്യുന്നു, 5 ഇലക്ട്രോണുകളും 4s-ൽ 1 ഇലക്ട്രോണുമാണ് വരുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? പരമാവധി സബ്ഷെല്ലിൽ പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാഗികമായ ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുമ്പോഴോ ആണ് അതിന് സ്ഥിരത കൂടുതൽ. അപ്പോൾ ആ സ്ഥിരത കൂട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, 3dയും 4s-ഉം ചെറിയ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിട്ട് വരുന്നു? ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 ഇതുവരെയും 2 ഭാഗത്തും കോമൺ തന്നെയാണ്. തൊട്ടടുത്തതായി നമ്മൾ എഴുതേണ്ടത് എന്താണ്? 3p6-ന് ശേഷം 3d5 4s1 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതുക: ക്രോമിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3d5 4s2 എന്നാണോ? 3d5 4s1 എന്നാണോ? അല്ലെങ്കിൽ 3d4 4s2? ഈ 3 രീതിയിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. അതായത് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? 3d4 4s2 ആണോ? അല്ല. 3d5 4s2 ആണോ? അല്ല. കാരണം എന്താണ്? ക്രോമിയത്തിൽ ആകെ 24 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ വന്നാൽ അത് 25 എന്നതിലോട്ട് മാറും. സോ ഇതും എന്താണ്? തെറ്റായ
സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. അപ്പൊ ക്രോമിയത്തിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 3d5 4s1. സോ നമ്മുടെ ക്രോമിയത്തിന്റെ അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കണം? 3d5 4s1. ഇനി എന്തിനു വേണ്ടിയാണ് ഈ 3d5 4s1 എന്ന രീതിയിലേക്ക് മാറിയത്? അത് ഒന്നുകൂടി പറയാം. ഡി സബ്ഷെല്ലിൽ പരമാവധി നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണ്. ഇനി 10 അല്ലാതെ അത് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് 10. അതല്ലാതെ ഭാഗികമായി നിറയുന്നത് എന്താണ്? D5 ആണ്. അപ്പോൾ ഒരു സബ്ഷെല്ലിൽ പരമാവധി ഇലക്ട്രോണുകളോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ അതുമല്ല അതിന്റെ ഭാഗികമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ ആണ് എന്ത് സംഭവിക്കുക? അതിന് ഏറ്റവും കൂടുതൽ സ്ഥിരത ഉണ്ടായിരിക്കുക. ആ സ്ഥിരത നേടാൻ വേണ്ടിയാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ചെറിയ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തി 3d5 4s1 എന്ന രീതിയിലേക്ക് മാറുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഭാഗമാണ്, അടുത്ത മൂലകം നോക്കുകയാണ്. അടുത്ത മൂലകം നമ്മൾ ഏതാ പറഞ്ഞത്? ക്രോമിയം പറഞ്ഞു. അതുപോലെ പറഞ്ഞ മറ്റൊന്നാണ് കോപ്പർ. കോപ്പറിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? കോപ്പറിന്റെ അറ്റോമിക നമ്പർ 29 ആണ്. കോപ്പറിന്റെ അറ്റോമിക നമ്പർ തന്നിരിക്കുന്നു, അത് 29 ആണ്. ഇനി നമുക്ക് സാധാരണ എഴുതുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കോപ്പറിൻ്റെത് എഴുതുക? ഇവിടെ തന്നിരിക്കുന്നു. എങ്ങനെയാണ്? 1s2 2s2 കോപ്പറിന്റെ അറ്റോമിക നമ്പർ 29 ആണ്. 1s2 2s2 2p6 3s2 3p6 4s2 3d9. അപ്പൊ നമ്മൾ ഏത് മാത്രം നോക്കുന്നു? നമ്മുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ മാത്രം ഒന്ന് നോക്കുന്നു. അതെങ്ങനെയാണ് അവസാനിക്കുന്നത്? 3d9 4s2 എന്നതാണ്. സോ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഡി സബ്ഷെല്ലിൽ പൂർണ്ണമായി 9 എന്നതിന് പകരം പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിന് സ്ഥിരത ഇത്തിരി കൂടി കൂടുതലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവര് തന്നെ തമ്മിലൊരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? 3d എന്നുള്ളത് 3d9 എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? 3d10 എന്നും 4s2 എന്നുള്ളത് എന്തായിട്ട് മാറുകയാണ്? 4s1 എന്നുമായിട്ട് മാറുകയാണ്. സോ ഇവിടെ തന്നിരിക്കുന്നു എന്താണ്? ഇത് സ്ഥിരതയുള്ള ക്രമീകരണം. ആരുടെ? കോപ്പർ. അറ്റോമിക നമ്പർ 29 ആയ കോപ്പറിന്റെ സ്ഥിരതയുള്ള ക്രമീകരണം ഏതായിരിക്കും? 1s2 2s2 2p6 3s2 3p6 4s1 3d10. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്ക്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, ക്രോമിയത്തിൻ്റെത് എങ്ങനെ അവസാനിക്കും? ക്രോമിയത്തിൻ്റെതാണെങ്കിൽ 3d5 ബാഹ്യതമ ഷെല്ലിൽ 3d5 4s1 ആയിരിക്കും ക്രോമിയത്തിൻ്റെത് അറ്റോമിക നമ്പർ 24 ആണ്. അടുത്ത ആളാരാണ്? എക്സെപ്ഷണൽ കേസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്ന അടുത്ത മൂലകമാണ് കോപ്പർ. കോപ്പറിന്റെ അറ്റോമിക നമ്പർ 29 ആണ്. അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? അത് 3d10 4s1 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലായ്പ്പോഴും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഓപ്ഷനൊക്കെ ആയിട്ട് തരുന്നതാണെങ്കിൽ നമുക്ക് കോപ്പർ 29ന്റെ വ്യത്യസ്ത രീതിയിലുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തരുന്നു. അതിൽ ശരിയായത് ഏതാണ് എന്ന് ചോദിക്കും. പല രീതിയിൽ തരാം. കോപ്പറിൻ്റെതാണെങ്കിൽ നമുക്ക് ശരിയായ ഉത്തരമായ 3d10 4s1 തരാം. അതല്ല എങ്കിൽ നമ്മൾ നോർമൽ എഴുതുന്ന 3d9 4s2 എന്നത് തരാം. അതുമല്ലെങ്കിൽ 3d9 4s0 ഏത് രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഓപ്ഷൻസ് തരാം. അപ്പൊ അതിൽ നമുക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് എല്ലായ്പ്പോഴും 3d10 4s1ലും ക്രോമിയത്തിൻ്റെതാണെങ്കിൽ അത് 3d5 4s1ഉമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ഒരു രീതിയിൽ റീഅറേഞ്ച്മെന്റ് നടത്തുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്ഥിരത പൂർത്തീകരിക്കുക അല്ലെങ്കിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ
ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. എന്താണ്? ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിനെ പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതലുള്ളത്. അതിനു വേണ്ടിയാണ് ക്രോമിയവും കോപ്പറും ചെറിയ രീതിയിലുള്ള ഒരു റീ അറേഞ്ച്മെന്റ് നടത്തുന്നത്. സോ ഇത്രയും പഠിച്ച രീതിക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മൂലകങ്ങളുടെ ഏകദേശം 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചു. അപ്പൊ ആ പഠിച്ച ഭാഗത്ത് നിന്നും ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിന് ആൻസർ കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. പലപ്പോഴും എന്താണ് സാധ്യതയുള്ള ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഒരാറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 എന്നതാണ്. ഏത് ആറ്റമാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല. പക്ഷെ ആ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിരിക്കുന്നത്. നമ്മളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ അടങ്ങിയിരിക്കുന്നു? എങ്ങനെ കണ്ടുപിടിക്കാൻ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ എന്ത് ചെയ്തു? നമ്മളൊന്ന് എഴുതി നോക്കി അല്ലെ? ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മളൊന്ന് എഴുതി നോക്കി. എഴുതി നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി 1s എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണ്? 1s എപ്പോഴും എന്താണ്? കെ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് 1s എന്ന് പറയുന്നത്. ഇനി 2s 2p നമ്മൾ പറഞ്ഞു, ഒരു സബ്ഷെൽ ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകളെ എങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? സബ്ഷെല്ലിന്റെ തൊട്ടു ഇടതുവശത്ത് അല്ലെങ്കിൽ തൊട്ടു മുന്നിലായിട്ട് കാണുന്ന നമ്പർ എന്ന് പറയുന്നത് അത് ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണ് എന്നത് സൂചിപ്പിക്കുന്നു. ഇവിടെ നോക്കിയോ, 2s എന്ന് പറയുമ്പോൾ ആ രണ്ടാമത്തെ n ഈസ് ഈക്വൽ ടു, അതായത് ഷെൽ നമ്പർ 2 ആയിരിക്കും. 2 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എൽ ഷെല്ലായിരിക്കും. സോ 2s എന്ന് പറയുന്നത് ഏത് ഷെല്ലായിരിക്കും? എൽ ഷെല്ലിലുള്ള സബ്ഷെല്ലായിരിക്കും. അപ്പൊ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്ന 2p ആണല്ലോ. 2pയും ഏത് ഷെല്ലിലെ തന്നെയാണ്? നമ്മുടെ എൽ ഷെല്ലിലാണ്. 2sഉം 2pയും ഏത് ഷെല്ലിലെ? എൽ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ്. തൊട്ടടുത്ത ആള് നോക്കുന്ന സമയത്ത് 3s ആണ് അല്ലെ? 3s എന്ന് പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 3. ഷെൽ നമ്പർ 3 ആയിക്കഴിഞ്ഞാൽ അത് ഏത് ഷെല്ലായിരിക്കും? അത് എം ഷെല്ലിനെയാണ് സൂചിപ്പിക്കുക. എം ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് നമ്മുടെ 3s എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഈ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ ഷെല്ലുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ആൻസർ എഴുതാം? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെ? നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ച ആൻസർ ആണ്. കെ സബ്ഷെല്ല് എന്തായിരിക്കും? കെ ഷെല്ലില് 1s എന്ന് പറയുന്ന സബ്ഷെല്ലായിരിക്കും. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ്ഷെല്ലുകളായിരിക്കും 2sഉം 2pയും. എം ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് 3s. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അവസാന ഇലക്ട്രോൺ. ഇനിയാണ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നു പോകാം. അതായത് ഈ ഒരു ഭാഗത്തിൽ നിന്നും നമുക്കിനി അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ്ഷെല്ലിലാണ്? എന്താണ് ഇലക്ട്രോൺ പൂരണം എന്ന് പറഞ്ഞാൽ? അവസാനത്തെ ഇലക്ട്രോൺ ഏതിലാണ് വന്നിരിക്കുന്നത് എന്നതാണ് ഇലക്ട്രോൺ പൂരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിക്കോ, 1s 2s 2p 3s അവസാനത്തെ 2 ഇലക്ട്രോണുകൾ വന്ന് ചേർന്നിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലാണ്? 3s എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. അപ്പൊ 3 ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് ആ ഓരോ സബ്ഷെല്ലും ഏതൊക്കെ ഷെല്ലിലേതാണെന്ന് കണ്ടുപിടിക്കാം. പൂർണ്ണമായും അവിടെ എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ ഏതാണെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും.
ഇനി അതിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? നമുക്ക് 1s2 2s2 3s2 വരെയാണുള്ളത്. മുകളിലുള്ള ഓരോ സബ്ഷെല്ലിന്റെയും വലതുവശത്ത് മുകളിലായി ചേർത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ സൂചിപ്പിക്കുന്ന നമ്പർ ആണ്. സോ അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക അതായിരിക്കും അതിലുള്ള ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നും കൂടി നോക്കാം. 2 4 4 10 12 ടോട്ടല് 12 ഇലക്ട്രോണുകളാണുള്ളത്. സോ അവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യന്റെ ആൻസർ ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അടുത്ത ചോദ്യം എന്താണ്? അറ്റോമിക നമ്പർ എത്രയാണ്? അറ്റോമിക നമ്പർ 12. ഒരാറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് അതിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. സോ അവിടെയുള്ള അറ്റോമിക നമ്പർ എത്രയാണ്? 12 തന്നെയാണ്. ഇനി അതിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന അടുത്ത ചോദ്യം എന്താണ്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാം? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. തന്നിരിക്കുന്ന മൂലകം 12 ആണ് അറ്റോമിക നമ്പർ. സോ 12ന് തൊട്ടടുത്ത് വരുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? 12ന് തൊട്ട് മുന്നിലായിട്ട് വരുന്ന ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് നിയോൺ ആണ്. അറ്റോമിക നമ്പർ 10 ആയിരിക്കും അതിന്റെ വരിക. അപ്പൊ എന്ത് ചെയ്യുക? ആ മൂലകത്തിന്റെ, ആ അലസവാതകത്തിന്റെ പ്രതീകം ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ചേർക്കുക. തുടർന്ന് ബാക്കിയുള്ളത് മാത്രം അവിടെ എഴുതി ചേർക്കുക. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? നിയോൺ 3s2 ആയിരിക്കും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ, അതായത് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. എന്താണ് ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും എന്ന് സൂചിപ്പിക്കുന്നത്? നമ്മുടെ പീരിയോഡിക് ടേബിളിനെ നമ്മൾ ഏകദേശം ജസ്റ്റ് ഇതൊരു പീരിയോഡിക് ടേബിൾ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പീരിയോഡിക് ടേബിൾ ആണ്, നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പീരിയോഡിക് ടേബിളിനെ പല ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നു. പീരിയോഡിക് ടേബിളിന്റെ ഇത് എസ് ബ്ലോക്ക് ആണ്, ഇവിടെ പി ബ്ലോക്ക് ആണ്, ഇവിടെ ഡി ബ്ലോക്ക് ആണ്. ഇനി ഇവിടെ താഴെ പീരിയോഡിക് ടേബിളിന്റെ തന്നെ ഭാഗമായിട്ട് 2 കോളങ്ങൾ പീരിയോഡിക് ടേബിളിന് താഴെ കാണാറുണ്ട്. അതിനെ എഫ് ബ്ലോക്ക് എന്നും കൂടി പറയാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എങ്ങനെയാണ് നമ്മൾ ബ്ലോക്കുകളാക്കി തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിനെ ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നത്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്, ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിനെ എന്താക്കി തിരിച്ചിരിക്കുന്നത്? ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നത്. എത്ര ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നു? 4 ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? എസ്, പി, ഡി ആൻഡ് എഫ്. ഒന്നുകൂടി പറയാണ്, പീരിയോഡിക് ടേബിളിനെ അതിലുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താക്കി തിരിച്ചിരിക്കുന്നു? 4 ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നു. ആ 4 ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഇനി എങ്ങനെയാണ് ഈ മൂലകത്തിനെ ബ്ലോക്കുകളാക്കി തിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മൂലകം എടുത്ത് അത് ഏത് ബ്ലോക്കിലാണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ഒന്നാമത്തെ മൂലകമായിട്ട് നമുക്ക് ഏതെടുക്കാം? നമ്മുടെ ലിഥിയത്തിനെ എടുക്കാം. ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ അറിയാലോ. എത്രയാണ് ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ? ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ 3 ആണ്. ഈ 3 അറ്റോമിക നമ്പർ ഉള്ള ലിഥിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെയാണ്? 1s2 2s1 ആണ്. ഇനി തൊട്ടടുത്തൊരു മൂലകം നോക്കാം, അത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യത്തിന്റെയും എന്ത് എഴുതുന്നു? മഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 ആണ്. അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ നോക്കുകയാണേ, ഇതാ നമ്മുടെ ലിഥിയം കൺസിഡർ ചെയ്യുമ്പോൾ 1s2 2s1 ആണ്. ഇതിൽ അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണ്? ഇവിടെ 2s1 ആണല്ലോ. അപ്പൊ നമ്മുടെ സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെല്ലാണ്. ഇവിടെ അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുപോലെ മഗ്നീഷ്യം എടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 എന്നാണ്. ഇതിലും അവസാനത്തെ ബാഹ്യതമ
ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? 3s2 ആണ്. ഇതിലുള്ള അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ ഏതാണ്? അതും ഏത് തന്നെയാണ്? എസ് സബ്ഷെല്ലാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ല് ഏതാണ്? സബ്ഷെല്ല് എസ് സബ്ഷെല്ലാണ്. സോ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ല് ഏതാണോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക്. ക്ലിയർ ആണോ? അവസാന ഇലക്ട്രോൺ എന്തെഴുതുമ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് അവസാന ഇലക്ട്രോൺ വന്ന് വീഴുന്ന സബ്ഷെൽ ഏതാണോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക്. ഇവിടെ നോക്കിക്കോ, ലിഥിയത്തിന്റെ അവസാന ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ ലിഥിയം എന്ന് പറയുന്നത് ഏത് ബ്ലോക്ക് ആയിരിക്കും? എസ് ബ്ലോക്ക് മൂലകമായിരിക്കും. ഇനി മെഗ്നീഷ്യം അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന, അവിടെ നമ്മൾ എണ്ണം നോക്കുന്നില്ല, ഒരെണ്ണമാണോ രണ്ടെണ്ണമാണോ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അവസാനമായിട്ട് ഏത് സബ്ഷെല്ലിലാണോ വന്ന് വീഴുന്നത് അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ അവസാന ഇലക്ട്രോൺ വന്ന് വീഴുന്നത് മെഗ്നീഷ്യത്തിലും ഏത് സബ്ഷെല്ലിൽ തന്നെയാണ്? എസ് സബ്ഷെല്ലിൽ തന്നെയാണ്. അതുകൊണ്ട് മെഗ്നീഷ്യവും ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു? എസ് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്ന മൂലകമാണ്. ഇനി അടുത്ത മൂലകം നോക്കാം. അടുത്തത് നൈട്രജൻ ആണ് തന്നിരിക്കുന്നത്. നൈട്രജന്റെ കേസ് കൺസിഡർ ചെയ്താൽ നൈട്രജൻ 7 ഇലക്ട്രോണുകളാണ്. 1s2 2s2 2p3. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ? ഇവിടെ നോക്ക്, 2p3 ആണ് അല്ലെ അവസാന സബ്ഷെൽ, അല്ലെങ്കിൽ അവസാന സബ്ഷെല്ല് 2p ആണ്. അല്ലെങ്കിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എവിടെയാണ്? പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്ക് ആയിരിക്കും? നമുക്കറിയാം അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഏത് സബ്ഷെല്ലായിരിക്കുമോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക്. അപ്പൊ എന്നില് അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് പിയിലാണ്. അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്ക് മൂലകമാണ്? പി ബ്ലോക്ക് മൂലകമാണ്. അടുത്തത് സ്കാൻഡിയത്തിന്റെ അറ്റോമിക നമ്പർ 21 ആണ്. നമ്മൾ എഴുതാൻ വേണ്ടി പഠിച്ചു. എന്താണ്? 1s2 2s2 2p6 3s2 3p6 3s2 3d1. ഇവിടെ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണ്? ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഏത് ബ്ലോക്ക് ആണ്? ഇതൊരു ഡി ബ്ലോക്ക് മൂലകമാണ്. ഇനി നമ്മൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുന്നു. എസ് സബ്ഷെല്ലിലാണ് വന്നു ചേരുന്നതെങ്കിൽ അത് ഏത് ബ്ലോക്ക് മൂലകമായിരിക്കും? എസ് ബ്ലോക്ക് മൂലകമായിരിക്കും. പി സബ്ഷെല്ലിലാണ് വന്നു ചേരുന്നതെങ്കിൽ അത് പി ബ്ലോക്ക് മൂലകമായിരിക്കും. ഇനി ഡി സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നതെങ്കിൽ അത് ഏതായിരിക്കും? ഡി ബ്ലോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിൽ ആണ് എങ്കിൽ ഏതായിരിക്കും അതിന്റെ ബ്ലോക്ക്, അല്ലെങ്കിൽ ആ മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് ഏതായിരിക്കും? തീർച്ചയായും അത് ഏതായിരിക്കും? എഫ് ബ്ലോക്ക് മൂലകമായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ പൂരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മൂലകവും ഏത് ബ്ലോക്കിൽ, പീരിയോഡിക് ടേബിളിൽ ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക്. അങ്ങനെ എത്ര ബ്ലോക്കുകളാണുള്ളത്? 4 ബ്ലോക്കുകളാണുള്ളത്. 4 ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഇനി നമുക്ക് നോക്കാം പീരിയോഡിക് ടേബിൾ. നമ്മൾ പറഞ്ഞില്ലേ, പീരിയോഡിക് ടേബിളിനെയാണ് നമ്മൾ എന്താക്കി തിരിച്ചിരിക്കുന്നത്? ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പുകൾ ഏതൊക്കെ ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു? ഏറ്റവും ഇടതുവശത്തായിട്ട് കാണപ്പെടുന്ന, പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ഇടതുവശത്തായിട്ട് കാണപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകൾ. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ എസ് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളായിരിക്കും. ഇനി 13 മുതൽ 18 വരെ നമ്മൾ ഇങ്ങനെ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, പീരിയോഡിക് ടേബിൾ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 1ഉം 2ഉം ഇവിടെയാണ് വരിക. ഇവിടം തൊട്ട്
ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പോർഷൻ ഉണ്ട്, അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പോർഷൻ ഉണ്ട്, അതുപോലെ ഇവിടെ താഴെയായിട്ട് 2 ബ്ലോക്കുകളും ഉണ്ട്. അപ്പൊ ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകൾ ഇവിടെയാണ് വരിക. ഈ ഒന്നാമത്തെയും രണ്ടാമത്തേതും എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇനി ഇവിടം വരെയാണ് 13 മുതൽ 18 വരെ കാണപ്പെടുന്നത്. ഇവിടെയാണ് ഈ 13 മുതൽ 18 വരെയുള്ള ഈ ബ്ലോക്കുകളാണ് ഇത് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി ഇവിടം തൊട്ട് 2 കഴിഞ്ഞാൽ പിന്നെ 3 അല്ലേ, 3 മുതൽ ഇവിടം വരെ 12. ഈ 3 മുതൽ 12 വരെയുള്ളതിനെ നമ്മൾ എന്ത് ബ്ലോക്കാക്കി തിരിച്ചിരിക്കുന്നു? ഡി ബ്ലോക്കാക്കി തിരിച്ചിരിക്കുന്നു. ഇനി ഇവിടെ കിടക്കുന്ന 5ന്റെയും 6ന്റെയും 7ന്റെയും തുടർച്ചയായിട്ട് താഴെ പീരിയോഡിക് ടേബിളിന്റെ അതിന്റെ ഭാഗമായിട്ട് തന്നെ കിടക്കുന്ന താഴെയുള്ള 2 ബ്ലോക്കുകളെയും നമ്മൾ എന്താക്കുകയാണ്? എഫ് ബ്ലോക്ക് എലമെന്റുകളാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നും 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നു. പീരിയോഡിക് ടേബിളിന് താഴെയായിട്ട് കിടക്കുന്നവയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് മൂലകങ്ങൾ തരും, അവയുടെ ഇലക്ട്രോൺ വിന്യാസവും തരും, ഇലക്ട്രോ അറ്റോമിക നമ്പർ തരും. പക്ഷെ പലപ്പോഴും എന്താണ്, അറ്റോമിക നമ്പർ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാറില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം മിനിമം 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ അറ്റോമിക നമ്പർ ബൈഹാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ബ്ലോക്ക് കണ്ടെത്തുക. ക്വസ്റ്റ്യനായിട്ട് തന്നത് 4 എണ്ണമാണ്: ബെറിലിയം, അയൺ, അലുമിനിയം, ആർഗൺ. സോ നമുക്ക് എഴുതി നോക്കാം. ബെറിലിയത്തിന്റെ അറ്റോമിക നമ്പർ 4 ആണ്. സോ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 എന്നതാണ്. സോ ഇവിടെ ബാഹ്യതമ ഷെല്ല് ഏതാണ്? എസ് ആണ്. ഇവിടെ 2s ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവസാന ഷെല്ല് ഏതാണ്? എസ് ആണ്. സോ അത് ഏത് ബ്ലോക്കിലായിരിക്കും? എസ് ബ്ലോക്ക് മൂലകമായിരിക്കും. അടുത്തത് കാർബൺ ആണ്. കാർബൺ എഴുതുമ്പോൾ 1s2 2s2 2p6 ആണ്. ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നത് 2p ആണ്, മീൻസ് p ആണ്. സോ അത് ഏത് ബ്ലോക്ക് ആണ്? അത് പി ബ്ലോക്ക് മൂലകമാണ്. ഇനി സോഡിയം ആണെങ്കിൽ 11 1s2 2s2 2p6 3s. ഇവിടെ ഏതാണ് ആ ബാഹ്യതമ ഷെൽ? അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എസ് സബ്ഷെല്ലിലാണ്. അത് തന്നെ അത് ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു? അത് എസ് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു. ഇനി പൊട്ടാസ്യം 1s2 2s2 2p6 3s2 3p6 4s1. ബാഹ്യതമ ഷെല്ലാണ് 4s1. അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് 4sലാണ്. സോ ഇതും ഏത് മൂലകമായിരിക്കും? ഒരു എസ് ബ്ലോക്ക് മൂലകമായിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണ് ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ. ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ ഇവിടെ നോക്കിയേ. അല്ലെങ്കിൽ നമുക്ക് അതല്ല, ഒന്നുകിൽ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ നോക്കുക, അതല്ലെങ്കിൽ ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ വരുന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണെന്ന് നോക്കുക. ഇവിടെ 1s2, ഇവിടെ ബെറിലിയം നോക്കുമ്പോൾ 1s2 2s2. ഇതിന്റെ ബാഹ്യതമ ഷെല്ല് 2s ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഷെൽ നമ്പർ 1ഉം 2 ആണ് ഇവിടെ ഷെൽ നമ്പർ ആയിട്ട് തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 2 ആണ്. 1s2 2s2 2p6 എന്ന കാർബണിനെ കൺസിഡർ ചെയ്താൽ 1 2 2 ആണ് ഷെൽ നമ്പറുകൾ. ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏത് തന്നെയാണ്? അത് 2 ആണ്. ഇനി 1s 2s 2p 3s. ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതായിരിക്കും? ആ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. പൊട്ടാസ്യം കൺസിഡർ ചെയ്താൽ 1sകളുണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ തന്നെ 4 ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ്? അത് 4s1ന്റേതായിട്ടുള്ള 4 ആണ്. സോ ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. സോ ഇവിടെ ഈ ഷെൽ നമ്പറും അതുപോലെ തന്നെ ഷെൽ നമ്പറും അതുപോലെ പീരിയഡ് നമ്പറും ഒരു ബന്ധമുണ്ട്. ഏറ്റവും ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അത് തന്നെയായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. ഇവിടെ ബെറിലിയം എന്ന് പറയുന്നത് 2ാം പീരിയഡിലുള്ള ഒരു മൂലകമാണ്. ഇവിടെ കാർബൺ എന്ന് പറയുന്നത് 2ാം പീരിയഡിലുള്ള ഒരു മൂലകമാണ്. അതുപോലെ സോഡിയം 3ാം പീരിയഡിൽ ഉൾക്കൊള്ളുന്ന ഒരു മൂലകമായിരിക്കും. പൊട്ടാസ്യം കൺസിഡർ ചെയ്യുമ്പോൾ 4ാമത്തെ പീരിയഡിലുള്ള ഒരു മൂലകമായിരിക്കും പൊട്ടാസ്യം. ഇവിടെ നോക്കിക്കോ, അതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ, ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷെല്ലിന്റെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കണം, ഏറ്റവും വലിയ ഷെൽ നമ്പർ, ഒന്നുകിൽ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ, അത് തന്നെ എന്തായിരിക്കണം, ഏറ്റവും വലിയ ഷെല്ലിന്റെ നമ്പർ ഏതാണോ അത് തന്നെയായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. ഒരു മൂലക സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് 4s നമുക്ക് ഉറപ്പിച്ച് പറയാം ആ മൂലകം 4ാമത്തെ പീരിയഡിലുള്ള മൂലകമാണ്. ഇനി 2p അവസാനിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം ആ മൂലകം 2ാമത്തെ പീരിയഡിലുള്ള ഒരു മൂലകമാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ ഓരോ ബ്ലോക്കുകളെ ആയിട്ട് വിശദമായി പഠിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ടാണ് പീരിയോഡിക് ടേബിളിനെ തിരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? ഏത് സബ്ഷെല്ലിലാണോ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് ബ്ലോക്ക് ആണെന്ന് തിരിച്ചറിയാം. അതുപോലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ആ മൂലകം ഉൾക്കൊള്ളുന്ന പീരിയഡ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതിൽ 1ാമത്തെ ബ്ലോക്കാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ ഉൾപ്പെട്ടവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉൾപ്പെട്ടവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇതിലെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നു. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നു. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ എസ് ബ്ലോക്കിൽ ആരൊക്കെയുണ്ട്? എസ് ബ്ലോക്കില് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം, എസ് ബ്ലോക്കിൽ 1ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളും 2ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. എസ് ബ്ലോക്കിൽ ആരൊക്കെയാണ്? ഒന്നാം ഗ്രൂപ്പ് മൂലകമായ ആൽക്കലി ലോഹങ്ങളും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എസ് ബ്ലോക്ക്. ഇനി അടുത്തത് എന്താ പറയുന്നത്? അടുത്ത പോയിന്റ് നോക്കിയേ. അടുത്ത പോയിന്റില് ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവം കാണിക്കുന്നു. എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവം കാണിക്കുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു 1ാം ഗ്രൂപ്പ് മൂലകമായിട്ട് നമുക്ക് നമ്മുടെ സോഡിയത്തിനെ കൺസിഡർ ചെയ്യാം. സോഡിയം 1ാം ഗ്രൂപ്പ് മൂലകമാണല്ലോ സോഡിയം. ഈ സോഡിയം അതിന്റെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സോഡിയം ഓക്സൈഡ് കിട്ടും. Na2O എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഈ Na2Oനെ നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? NaOH ആയിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഏത് സ്വഭാവം കാണിക്കുന്നതാണ്? ബേസിക സ്വഭാവം കാണിക്കുന്നതല്ലേ? അപ്പൊ 1ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ ഞാൻ M എന്ന് സൂചിപ്പിക്കുന്നു. ഈ M എന്ന് പറയുന്ന ഏതൊരു മൂലകവും അതിന്റെ ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡോ ഏത് സ്വഭാവം കാണിക്കുന്നതായിരിക്കും? അത് ബേസിക സ്വഭാവം കാണിക്കുന്നതായിരിക്കും. 1ാമത്തെയോ 2ാമത്തെയോ, അതായത് നമ്മുടെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകൾ എടുത്തു കഴിഞ്ഞാലും ഹൈഡ്രോക്സൈഡുകൾ എടുത്തു കഴിഞ്ഞാലും അവർക്ക് ഏത് സ്വഭാവമായിരിക്കും? ബേസിക സ്വഭാവമായിരിക്കും. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ, ഇതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കണം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. സാധാരണ നമ്മൾ ഏതൊരു മൂലകം എടുത്തു കഴിഞ്ഞാലും അവര് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. എന്തിനു വേണ്ടിയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക? സ്ഥിരത നേടാൻ വേണ്ടിയാണ് മൂലകങ്ങള് ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. എങ്ങനെയാണ് അവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുള്ളത്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ടോ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ടോ ആണ് എന്ത് ചെയ്യുക? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. അപ്പൊ എസ് ബ്ലോക്ക് മൂലകങ്ങളായ സോഡിയം
സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ 11 ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതും സ്വീകരിക്കുന്നതും കുറച്ചുകൂടി കൃത്യമായി നമുക്ക് അതിന്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 സോ ഇതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 1. സ്ഥിരത കൈവരിക്കുക അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ പൂർത്തിയാക്കുക അല്ലെങ്കിൽ 8 ഇലക്ട്രോണുകൾ ആക്കുക എന്നതാണ്. ഇപ്പൊ ഇവിടെ സോഡിയം കൺസിഡർ ചെയ്താൽ 2, 8, 1 ഇവിടെ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്നുകിൽ 7 ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് 2, 8, 8 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൈവരിക്കുക, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് 2, 8 എന്ന കോൺഫിഗറേഷനിലോട്ട് നിൽക്കുക. അപ്പോ ഈ രണ്ട് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2 സാധ്യതകൾ നോക്കുമ്പോൾ ഏതാണ് കുറച്ചും കൂടി ബെറ്റർ വേ അല്ലെങ്കിൽ ഈസി ആയിട്ട് നടക്കുന്നത്? എന്താണ്? 7 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതാണോ അല്ല 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണോ? ഈസി ആയി നടക്കുന്നത് എന്താണ്? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 2, 8 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ സ്വീകരിക്കുന്നു. അപ്പൊ നമുക്ക് അതന്നെയല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞതും എസ് ബ്ലോക്ക് മൂലകം സോഡിയം എന്ന് പറയുന്നത് ഒരു എസ് ബ്ലോക്കിന്. അടുത്തൊന്നും കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 12. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 2. ഇവിടെ മെഗ്നീഷ്യവും ഏത് ബ്ലോക്ക് മൂലകമാണ്? ഒരു എസ് ബ്ലോക്ക് മൂലകമാണ്. ഇവിടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് വെച്ചാൽ അത് 2. സോ ഇവിടെയും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 6 ഇലക്ട്രോണുകളെ സ്വീകരിക്കുക അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക എന്നതാണ് ഈസി ആയിട്ടുള്ള കാര്യം എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? മെഗ്നീഷ്യം അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് 2, 8 എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ നിൽക്കുന്നു. സോ ഇവിടെയും മെഗ്നീഷ്യം എന്താണ് ചെയ്തത്? മെഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സോ നമുക്ക് എന്ത് മനസ്സിലായി? എസ് ബ്ലോക്ക് മൂലകങ്ങൾ സോഡിയം കൺസിഡർ ചെയ്തു, അതുപോലെ മെഗ്നീഷ്യം കൺസിഡർ ചെയ്തു. രണ്ടും എസ് ബ്ലോക്ക് മൂലകമാണ്. അവര് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അയോണുകളായൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. സോ നമുക്ക് ഇവിടെ ഈ എസ് ബ്ലോക്ക് മൂലകത്തിന്റെ പ്രത്യേകത മാത്രമേ അറിഞ്ഞിരിക്കാനുള്ളൂ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഉദാഹരണമായിട്ട് നമ്മൾ എന്തെടുത്തു? സോഡിയവും മെഗ്നീഷ്യവും അവരുടെ രാസപ്രവർത്തനം നമ്മൾ എഴുതി നോക്കി. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കി. സോ അങ്ങനെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ആ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്ന അയോണുകളെ നമ്മൾ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നു. അവരെ ഒരു പ്രത്യേക പേര് പറഞ്ഞു വിളിക്കാറുണ്ട്. അതാണ് കാറ്റയോണുകൾ. സോ എസ് ബ്ലോക്ക് മൂലകങ്ങൾ പ്രധാനമായും ഏത് അയോണുകളെ ഉണ്ടാക്കുന്നു? കാറ്റയോണുകളെ ഉണ്ടാക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റലുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവരെന്ത് ഫോം ചെയ്യിക്കുന്നു? കാറ്റയോണുകൾ ഫോം ചെയ്യിക്കുന്നു. അടുത്തത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? എസ് ബ്ലോക്ക് മൂലകങ്ങൾ അയോണിക ബന്ധനം രൂപീകരിക്കുന്നു. സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങളാണ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം, 9ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അയോണിക ബന്ധനം, അതുപോലെ തന്നെ സഹസംയോജക ബന്ധനം എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ്. സോ ഇവിടെ എന്താണ്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ അയോണിക ബന്ധനമാണ് രൂപീകരിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകം, അപ്പൊ Na എന്ന് പറയുന്നത് ഒരു എസ് ബ്ലോക്ക് മൂലകമാണ്. അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Na+ ആയിട്ട് നിൽക്കുകയാണ്. സോ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരാള് എന്തായാലും ആരുമായിട്ട് മാത്രമേ ബോണ്ട് അല്ലെങ്കിൽ ബന്ധനം രൂപീകരിക്കുകയുള്ളൂ? ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ആളുമായിട്ട് മാത്രമേ ബന്ധനം രൂപീകരിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്ലോറിൻ മൈനസ് ചാർജ് ഉള്ളതിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഓപ്പോസിറ്റ് വിപരീത വൈദ്യുത ചാർജ് ഉള്ള അയോണുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ബന്ധനത്തിനെയാണ് നമ്മൾ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അങ്ങനെ അയോണിക ബന്ധനം വഴി ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ
സംയുക്തങ്ങളെയാണ് അയോണിക സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MgCl2, അതുപോലെ തന്നെ NaCl, CaCO3, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ സംയുക്തങ്ങളാണ്. ഇതിലുള്ള ഒരാള് ആരായിരിക്കും? ഇവിടെയുള്ള Mg ആയാലും ഇവിടെയുള്ള സോഡിയം ആയാലും ഇവിടെയുള്ള കാൽസ്യം ആയാലും ഇവര് ഏത് ബ്ലോക്കിലുള്ളതാണ്? എസ് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നവയാണ്. അപ്പൊ എസ് ബ്ലോക്കിലെ മൂലകങ്ങളാണ് എന്തുണ്ടാക്കുന്നത്? അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. ആ അയോണിക സംയുക്തങ്ങൾക്കിടയിലുള്ള ബന്ധനത്തിനെയാണ് എന്ത് പറയുന്നത്? അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഇനി ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഒരു ഇലക്ട്രോണിനെയും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ 2 ഇലക്ട്രോണുകളെയും വിട്ടുകൊടുക്കുന്നു. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സോഡിയത്തിൻ്റെത് 11 ആണ്. സോ നമുക്ക് 2, 8 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ബാഹ്യധമ ശല്യ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകമാണ്. ഇവിടെ സോഡിയത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുന്നത് ഒരു ഇലക്ട്രോണിനെയാണ്. തൊട്ടടുത്ത മൂലകമായ മഗ്നീഷ്യം എഴുതിയാൽ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. നമ്മൾ 2, 8, 2 എന്ന് എഴുതുന്നു. ഇത് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. സോ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. രണ്ടും ഏത് ബ്ലോക്ക് തന്നെയാണ്? എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറയുന്ന ഒന്നാം ഗ്രൂപ്പ് മൂലകം ഒരു ഇലക്ട്രോണിനെ ആയിരിക്കും വിട്ടുകൊടുക്കുക. ഇനി ബി എന്ന് പറയുന്ന മറ്റൊരു രണ്ടാം ഗ്രൂപ്പ് മൂലകം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. എ എന്ന് പറയുന്ന ആള് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അതിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണും 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ബി എന്ന് പറയുന്ന ആറ്റം ബിക്ക് 2 പോസിറ്റീവ് ചാർജും ആയിട്ട് മാറുന്നു. സോ ഒരു പോസിറ്റീവ് ചാർജുള്ള കോമ്പൗണ്ടും അല്ലെങ്കിൽ അയോണും രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ 2 പോസിറ്റീവ് ചാർജുള്ള അയോണുകളായിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള 2 മൂലകങ്ങൾ. നമുക്ക് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എക്സ് വൈ എന്ന് പറയുന്ന 2 മൂലകങ്ങൾ തരുന്നു. എക്സ് എന്ന മൂലകം ഒന്നാം ഗ്രൂപ്പിലുള്ളതും വൈ എന്ന് പറയുന്ന മൂലകം രണ്ടാം ഗ്രൂപ്പിലേതുമാണ്. സോ എന്ത് ചെയ്യുന്നുണ്ട്? സംയോജകത. എന്താ സംയോജകത? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിനെയാണ് സംയോജകത എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. സോ അതിന്റെ സംയോജകത 1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. സോ അതിന്റെ സംയോജകത 2 ആയിരിക്കും. ഇനി ഓക്സീകരണാവസ്ഥ. ഒരു ഇലക്ട്രോണിനെ ആണല്ലോ വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുന്ന സമയത്ത് ആ ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണ്. സോ ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് മുകളിൽ ഫോം ചെയ്യുന്ന ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് +1 ആണ്. ഇവിടെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ എത്ര ചാർജുകൾ ഫോം ചെയ്യും? 2 പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതായത് അവിടെ ഉണ്ടാക്കുന്ന ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് +2 ആണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് സൂചിപ്പിക്കാം? എക്സ് എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. ആ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അയോൺ എന്ന് വിളിക്കാറുള്ളത്. ഇവിടെ എക്സ് പ്ലസ് ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഉള്ള ചാർജ് ഉള്ള അയോൺ ആയതുകൊണ്ട് അതൊരു കാറ്റയോൺ ആയിരിക്കും. അടുത്ത ആൾ ആരാണ്? വൈ എന്ന് പറയുന്ന ആറ്റം. വൈ എന്ന് പറയുന്ന ആറ്റം 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി അതിന് എന്താണ്? +2 എന്ന് പറയുന്ന ഓക്സീകരണാവസ്ഥ ലഭിച്ചിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഓക്സൈഡുകളുടെ രാസസൂത്രം. എക്സ് എന്ന് പറയുന്ന ഒന്നാം ഗ്രൂപ്പിലുള്ള ഏതൊരു മൂലകവും ആരുമായിട്ട്? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംയുക്തം രൂപം കൊള്ളും, അല്ലെങ്കിൽ ഒരു ഓക്സൈഡ് രൂപം കൊള്ളും. ആ ഓക്സൈഡിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് ഏത് ഫോമിലുള്ളതായിരിക്കും? X2O എന്നതായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ Na എന്ന് പറയുന്ന നമ്മുടെ ആറ്റം ഒന്നാം ഗ്രൂപ്പ് മൂലകമാണ്. അത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ചാർജ് എന്ന് പറയുന്നത് Na+ ആയിരിക്കും. ഇനി ഇവിടെ ഈ Na എന്ന് പറയുന്ന ഒരു ഒന്നാം ഗ്രൂപ്പ് മൂലകം ഓക്സിജനുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ആ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോമുല, രാസസൂത്രം എന്ന് പറയുന്നത് Na2O ആയിരിക്കും. ആ Na2O നെയാണ് നമ്മൾ H2O എന്ന്
കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇത് കൺസിഡർ ചെയ്താലോ? അടുത്ത ആളെന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകമാണ്. അവിടെ 2 ഇലക്ട്രോണുകളെയാണ് സംയോജകത എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണുകളെ ആയിരിക്കും വിട്ടുകൊടുക്കുക. സോ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് അതിന് മുകളിൽ 2 പോസിറ്റീവ് ചാർജുകൾ ഫോം ചെയ്യുന്നു. അതായത് X2+. ഇവിടെ നമുക്ക് എങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യാം? Y2+ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി Y എന്ന് പറയുന്ന മൂലകം ഏതെങ്കിലും ഒരു ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? അവിടെ ഒരു ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ആ ഓക്സൈഡിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് YO ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മെഗ്നീഷ്യം 12 ആണ്, 2 8 2 ആണ്. സോ അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് മെഗ്നീഷ്യം 2+ ആയിട്ട് നിൽക്കും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഇതേ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ഓക്സൈഡ് ഫോം ചെയ്യും. ആ ഓക്സൈഡിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് MgO ആയിരിക്കും. അത് Mgക്ക് പകരം നമ്മൾ Y കൊടുക്കുന്നു, ഇവിടെ O കൊടുക്കുന്നു. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന രാസസൂത്രം എന്ന് പറയുന്നത് YO മോഡലിലുള്ളതായിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത ഓക്സീകരണാവസ്ഥയും സംയോജകതയും കാണിക്കുന്നവയായിരിക്കും. എന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ, ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ എല്ലായ്പ്പോഴും +1 ഓക്സീകരണാവസ്ഥയും രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ എല്ലായ്പ്പോഴും +2 ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നവയായിരിക്കും. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പീരിയോഡിക് ടേബിളിന്റെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ഇടതുവശത്തായിട്ടാണ് ആര് കാണപ്പെടുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇടതുവശത്ത് കാണുന്നവയ്ക്ക് എന്തായിരിക്കും? ലോഹ സ്വഭാവം കൂടുതലായിരിക്കും. സോഡിയം മഗ്നീഷ്യം ഒക്കെയാണ് നമ്മൾ എടുത്തത്. സോഡിയത്തിനും മഗ്നീഷ്യത്തിനും ഒക്കെ ഏത് സ്വഭാവമാണുള്ളത്? ലോഹ സ്വഭാവമാണുള്ളത്. ഇനി അവർക്കുള്ള അയണീകരണ ഊർജം കുറവായിരിക്കും. അയണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ, അതായത് ന്യൂക്ലിയസും ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു ആകർഷണ ബലം ഉണ്ടായിരിക്കും. ആ ആകർഷണ ബലത്തിനെ ഇല്ലാതാക്കി ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണുകളെ പുറത്തേക്ക് വിടണം, അല്ലെങ്കിൽ പുറത്താക്കണം. അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ ആകർഷണ ബലം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഊർജത്തിന്റെ അളവിനെയാണ് അയണീകരണ ഊർജം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 മൂലകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അയണീകരണ ഊർജം വളരെ കുറവ് മതിയാകും. ഇനി അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ ക്രിയാശീലത ഗ്രൂപ്പിൽ താഴോട്ടേക്ക് കൂടി വരുന്നു. എന്താണ് ക്രിയാശീലത എന്ന് പറയുന്നത്? ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു മൂലകത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് എന്ത് പറയുക? ക്രിയാശീലത എന്ന് പറയുന്നത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഗ്രൂപ്പ് മൂലകങ്ങൾ കൺസിഡർ ചെയ്താൽ, അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളെ കൺസിഡർ ചെയ്താൽ അവരുടെ ക്രിയാശീലത ഗ്രൂപ്പിൽ താഴേക്ക് കൂടി വരുന്നു. ഇത് നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള മൂലകം X എന്നും ഇവിടെയുള്ള മൂലകത്തിനെ നമ്മൾ Z എന്നും കൺസിഡർ ചെയ്താൽ ഈ X-ഉം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും, Z-ഉം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. എന്നാൽ X-ഉം Z-ഉം കൺസിഡർ ചെയ്യുമ്പോൾ Z-നായിരിക്കും ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ താല്പര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അടുത്തതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. സോ എന്തൊക്കെയാണോ നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ പഠിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയും പി ബ്ലോക്ക് മൂലകങ്ങളിലും നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് പി ബ്ലോക്ക് ആയിട്ട് വന്നത്. അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് പി സബ്ഷെല്ലിലായിരിക്കും. ഏത് മൂലകത്തിന്റെയാണോ അവസാന ഇലക്ട്രോണുകൾ പി സബ്ഷെല്ലിൽ വന്നു ചേരുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുക? പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുക. 3 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടി, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം? പീരിയഡ് നമ്പർ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതാണ് ആ മൂലകം ഉൾക്കൊള്ളുന്ന
പീരിയഡ് എന്ന് പറഞ്ഞു. ഇനി ഗ്രൂപ്പ് നമ്പർ ആണെങ്കിൽ നമ്മുടെ സോഡിയം ആണ് എടുക്കുന്നതെങ്കിൽ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് 2s1ലാണ്. ഇനി മഗ്നീഷ്യം ആണെങ്കിൽ അവിടെ അവസാന ഇലക്ട്രോൺ s2ലാണ്. ഇവിടെ നോക്കിക്കേ, എത്ര ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം ഏതാണോ അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. എസില് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 1 എസില് 2 ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? 2ാം ഗ്രൂപ്പ് ആയിരിക്കും. അത് ഇവിടെ 4s-ഓ 3s-ഓ 5s-ഓ 6s-ഓ എങ്ങനെ വേണമെങ്കിലും വരാം. അവിടെ നമ്മൾ എന്തു മാത്രമേ നോക്കുന്നുള്ളൂ? ഏതാണ് അവസാന സബ്ഷെൽ എന്ന് നോക്കുന്നു. അത് എസ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. ഇനി എസിന്റെ മുകളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? എസിന്റെ മുകളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം അതാകെ 2 ഇലക്ട്രോണുകളെ മാത്രമേ പരമാവധി എസിന് ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അതേതായിരിക്കും? അതൊരു 1ാം ഗ്രൂപ്പ് മൂലകമായിരിക്കും. ഇനി എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ അതെന്തായിരിക്കും? അത് 2ാം ഗ്രൂപ്പ് മൂലകമായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സോഡിയം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോഡിയം 11 ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 12 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s1. അതേപോലെ തൊട്ടടുത്ത ആളാണ് മഗ്നീഷ്യം. അവിടെ 1s2 2s2 2p6 3s2. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ സോഡിയത്തിന്റെ പീരിയഡ് നമ്പർ എത്രയാണ്? സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? അതുപോലെ മഗ്നീഷ്യത്തിന്റെ പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടെത്തുക. സോ പീരിയഡ് നമ്പർ കണ്ടെത്തുമ്പോൾ നമ്മൾ ഷെൽ നമ്പറുകൾ മാത്രം നോക്കുന്നു. 1 2 2 3 ആണ്. ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാണ്? 3. അത് എത്രയാണോ അത് തന്നെ ആയിരിക്കും സോഡിയത്തിന്റെയും പീരിയഡ് നമ്പർ. ഇനി അടുത്തത് മഗ്നീഷ്യത്തിന്റെ പീരിയഡ് നമ്പർ. ഇവിടെ നോക്കുമ്പോഴും 1 2 3 ആണ്. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ്? 3 ആണ്. സോ മഗ്നീഷ്യം ഉൾക്കൊള്ളുന്നതും ഏത് പീരിയഡിലാണ്? 3ാമത്തെ പീരിയഡിൽ. ഇനി അതിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കുന്നു. അവസാന ഇലക്ട്രോണുകൾ 3sലാണ്. 3sലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്ന എസിലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. സോ എന്തായിരിക്കും? അത് 1ാം ഗ്രൂപ്പ് മൂലകമായിരിക്കും. ഇവിടെ എസിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ അത് ഏത് ഗ്രൂപ്പ് മൂലകമായിരിക്കും? അതൊരു 2ാം ഗ്രൂപ്പ് മൂലകമായിരിക്കും. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരു പീരിയോഡിക് ടേബിളിന്റെ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ടേബിളിൽ ബ്ലോക്ക് പഠിച്ചു, എങ്ങനെ ബ്ലോക്കിലേക്ക് മാറ്റുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി എസ് സബ്ഷെല്ലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തെടുത്ത് പഠിച്ചു. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പീരിയഡ് നമ്പർ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞ് അതിലുള്ള ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ബാഹ്യതമ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ അവസാന സബ്ഷെല്ലായ എസിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഏതാണോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് നമ്പർ. എസിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അത് 1ാം ഗ്രൂപ്പ് മൂലകവും എസിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട് എങ്കിൽ അത് 2ാം ഗ്രൂപ്പ് മൂലകവും ആയിരിക്കും. ഇനി അടുത്തതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് മൂലകങ്ങൾ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് പി സബ്ഷെല്ലിൽ ആയതുകൊണ്ട് പി സബ്ഷെല്ലിൽ ആണോ എങ്കിൽ അത് ഏതായിരിക്കും? അതൊരു പി ബ്ലോക്ക് മൂലകമായിരിക്കും. ഇനി പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? എവിടം തൊട്ട് എവിടം വരെയുള്ളതാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പി ബ്ലോക്ക്, എങ്ങനെയാണോ നമ്മൾ എസ് ബ്ലോക്ക് മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിച്ചത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? പി ബ്ലോക്ക് മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിക്കണം. പീരിയഡ് നമ്പർ എന്താണ്? ആസ് യൂഷ്വൽ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എല്ലാറ്റിന്റെയും. അത് പി ബ്ലോക്ക് ആണെങ്കിലും ഡി ബ്ലോക്ക് ആണെങ്കിലും എസ് ബ്ലോക്ക് ആണെങ്കിലും എഫ് ബ്ലോക്ക് ആണെങ്കിലും പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് എല്ലാറ്റിനും സെയിം ആണ്. ഏതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? ഗ്രൂപ്പ് നമ്പർ കാണുന്നതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ
മൂലകവും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. നമുക്ക് ഉറപ്പിക്കണം ഏത് 13ാമത്തെ ആണോ 14ാമത്തെ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കോ, ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5, 6 കാർബണ്, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അവരുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും തന്നിട്ടുണ്ട്. ഇപ്പൊ ബോറോൺ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p1 ആണ് ബോറോണിൻ്റെത്. അപ്പൊ ഞാൻ അവസാനത്തുള്ള ബാഹ്യതമ ഷെല്ലിൻ്റെത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതായത് 2s2 2p1. ഇവിടെ എന്തായിരിക്കും? 2s2 2p2. നൈട്രജൻ ആണെങ്കിൽ ഇവിടെ അതിന്റെ തൊട്ട് മുന്നിൽ ആരുണ്ട്? കെ ഉണ്ട് അല്ലെ? അതായത് കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതില് 1s2 അതിന്റെ തൊട്ട് മുന്നിലുണ്ട്. അതുപോലെ നമ്മുടെ നൈട്രജൻ്റെത് 2s2 2p3 ആണ്. ഓക്സിജന്റേത് 2s2 2p4 ആണ്. ഇവിടെ 2s2 2p5 ആണ്. ഇവിടെ 2s2 2p6 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മള് അവസാന സബ്ഷെല്ല് ഏതാണ്? നമ്മുടെ അവസാനത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് പി ആണ് അല്ലെ? ഈ പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ ഒരെണ്ണമാണ്. ഇവിടെ കാർബൺ എടുക്കുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 2. ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, 6. ഇനി പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എത്ര കൂട്ടണം? 12 കൂട്ടണം. 12 കൂട്ടിയാൽ കിട്ടുന്നത് ഏതാണോ അതായിരിക്കും ആ മൂലകം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് നമ്പർ. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p1 ആണ്. ഇവിടെ 2p1 ഉള്ള അല്ലെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അതിനോടൊന്നിച്ച് എത്ര കൂട്ടാനാ പറഞ്ഞത്? 12 കൂട്ടുന്നു. സോ 1 + 12 എന്ന് പറയുന്നത് 13 ആണ്. എന്ന് വെച്ചാൽ ബോറോൺ എന്ന് പറയുന്ന മൂലകം ഒരു 13ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകമാണ്. ഇനി തൊട്ടടുത്ത ആള് കാർബൺ. കാർബണിലുള്ള പിയുടെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. 2നോട് എത്ര ചേർക്കാനാ പറഞ്ഞത്? 12 ആഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന എത്രയാണ്? 14. സോ കാർബൺ എന്ന് പറയുന്നത് 14ാം ഗ്രൂപ്പ് മൂലകമാണ്. ഇതേ രീതിയിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും നിയോണിന്റെയും കണ്ടെത്താം. അതായത് നമുക്ക് നോക്കാം, ഇവിടെ നമ്മുടെ 2p3 ആണ്. 3 + 12 എന്ന് പറയുന്നത് 15 ആണ്. സോ നൈട്രജൻ 15ാം ഗ്രൂപ്പ് മൂലകമാണ്. ഇവിടെ പിയിൽ 4 ഇലക്ട്രോണുകൾ, 4ഓടത്ത് 12 ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. സോ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു 16ാം ഗ്രൂപ്പ് മൂലകമാണ്. അടുത്ത ആളാണ് ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ അവസാനം 2p5 ആണ്. 2pയിൽ ഉള്ള ഇലക്ട്രോണിന്റെ എണ്ണം 5 ആണ്. അതിനോടൊത്ത് എത്ര ചേർക്കുക? 12 ചേർക്കുക. 12നോടൊത്ത് 5 ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 17. സോ ഈ എഫ് എന്ന് പറയുന്ന മൂലകം ഉൾക്കൊള്ളുന്നത് 17ാമത്തെ ഗ്രൂപ്പിലാണ്. ഇനി അവസാനത്തെ ആള് നിയോൺ. നിയോൺ നോക്കുന്ന സമയത്ത് നിയോണിലുള്ള അവസാന ഇലക്ട്രോണുകളുടെ അവസാന പി ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 6 ആണ്. 6നോട് എത്ര ചേർത്തു? നമ്മൾ 12 ചേർത്തു. സോ നമുക്ക് എന്ത് കിട്ടി? 18 കിട്ടി. അപ്പൊ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? പി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് അതിലുള്ള പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം എത്ര കൂട്ടണം? പി സബ്ഷെല്ലിന്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആ മൂലകം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അപ്ലിക്കേഷൻ രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? Y എന്ന മൂലകത്തിന്റെ പ്രതീകം യഥാർത്ഥമല്ല. Y ഏതൊരു മൂലകവും ആവാം. പക്ഷെ ആ Y എന്ന മൂലകത്തിന്റെ ബാഹ്യതമ സബ്ഷെല്ലിനെ നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നു? 3s2 3p4 എന്ന് തന്നിരിക്കുന്നു. എങ്കിൽ ഈ മൂലകം ഏത് ഗ്രൂപ്പിലും പീരിയഡിലുമാണ് ഉൾക്കൊള്ളുന്നത്? കണ്ടെത്താലോ? നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? നോക്കിക്കേ, 3s2 3p4 ആണ് അല്ലെ? 3s2 3p4 ആണ്. 3s2 3p4 എന്ന് പറയുമ്പോൾ ബാഹ്യതമ സബ്ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? 3p4 ആണ്. എന്ന് വെച്ചാൽ പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 4 ആണ്. ഈ 4നോട് എത്ര ചേർക്കാനാണ് പറയുന്നത്? 4നോട് 12 ചേർക്കാനാണ് പറയുന്നത്. അപ്പൊ 4 + 12 എന്ന് പറയുന്നത് 16 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് ഏതായിരിക്കും? 16 ആയിരിക്കും. ഇനി ഇത് എഴുതിക്കോ. നമ്മുടെ അടുത്ത എന്താ കണ്ടെത്താൻ പറയുന്നത്? പീരിയഡ് ആണ് നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് അല്ലെ? സോ പീരിയഡ് എങ്ങനെയായിരിക്കും? പീരിയഡ് കണ്ടെത്താൻ പറയുമ്പോൾ നോക്കിക്കേ,
പീരീഡ് എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു 1s2 2s2 2p അവസാനിക്കുന്നത് ഏതിലാണ്? 3s2 3p 4ലാണ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്ര തന്നെ ആയിരിക്കും? 3s ആയിരിക്കും. സോ അത് പീരീഡ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ മാത്രം തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചോദിക്കാം. ഇതിന്റെ പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടി ഈ മൂലകത്തിന്റെ പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിച്ചാൽ 3s2 3p 4 ബാഹ്യതമ ഷെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3s2 3p 4ലാണ് അവസാനിക്കുന്നത്. എപ്പോഴും തുടങ്ങുന്നത് എവിടെയാണ്? 1sലാണ്. അപ്പൊ 1s2 2s2 2p6 2p6 3s2 3p4 ഇതാണ് പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അതേപോലെ ഇതിന്റെ പരമാവധി ഇതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടെത്താം? മുകളിലുള്ള, അതായത് ഓരോ സബ്ഷെല്ലിന്റെയും വലതുവശത്ത് മുകളിലായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത് എന്താണ്? അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ 2 2 2 4 4 6 10 10 2 12 12 4 16. സോ ഇവിടെയുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്ര തന്നെയാണ്? 16 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഇതിന്റെ അറ്റോമിക നമ്പർ ഏതാണ്? എത്രയാണ് അറ്റോമിക നമ്പർ? എത്ര ഇലക്ട്രോൺ ആണോ ഉള്ളത് അത് തന്നെയാണ് അതിന്റെ അറ്റോമിക നമ്പറും. സോ ഇവിടെ 16 ഇലക്ട്രോണുകൾ. അടുത്ത ചോദ്യം ഏതാണ്? ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു? ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നു? ഇവിടെ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണ്? പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ബ്ലോക്ക് മൂലകമാണ്? പി ബ്ലോക്ക് മൂലകമാണ്. സോ നമ്മളിവിടെ എത്ര ക്വസ്റ്റ്യനുകൾ ഇതിൽ നിന്നും കണ്ടെത്തി? ചെറിയൊരു 3s2 3p4 എന്ന് പറയുന്ന ബാഹ്യതമ ഷെല്ലിലുള്ള ഒറ്റ കാര്യം മാത്രം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പീരിയഡ് കണ്ടെത്തി, ഗ്രൂപ്പ് കണ്ടെത്തി, അതുപോലെ തന്നെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി, അത് ഏത് ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്ന മൂലകമാണെന്ന് കണ്ടെത്തി, അവരുടെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തി, അതിലുള്ള ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തന്നെ എന്തുകൂടി കണ്ടെത്തി? ആ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ കൂടി കണ്ടെത്തി. ഇനി ഇവര് എങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരുപാട് വളരെ ചെറിയൊരു ഭാഗത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. അടുത്തത് നമുക്ക് പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ പഠിക്കാം. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത നമ്മൾ നോക്കുന്നത് പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ്. അത് എവിടം തൊട്ട് എവിടം വരെയാണുള്ളത്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് നമ്മൾ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞത്. ആ പി ബ്ലോക്ക് മൂലകങ്ങളിൽ സാധാരണ താപനിലയിൽ ഖരാവസ്ഥയിലും അതുപോലെ ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെയുള്ള മൂലകങ്ങൾ എവിടെ കാണപ്പെടാറുണ്ട്? പി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടാറുണ്ട്. ഖരാവസ്ഥയിലുള്ള മൂലകങ്ങളാണ് കാർബൺ, സിലിക്കൺ, സൾഫർ. ഇതൊക്കെ കൂടുതൽ എക്സാമ്പിളുകൾ പീരിയോഡിക് ടേബിൾ നോക്കി കണ്ടെത്തുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാണ്. കാർബൺ, സിലിക്കൺ, സൾഫർ തുടങ്ങിയവ ഖരാവസ്ഥയിലുള്ള പി ബ്ലോക്ക് മൂലകങ്ങളാണ്. അതുപോലെ ബ്രോമിയവും ഗാലിയവും ദ്രാവകാവസ്ഥയിലുള്ള പി ബ്ലോക്ക് മൂലകവും, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരൊക്കെ എന്താണ്? വാതകാവസ്ഥയിലുള്ള പി ബ്ലോക്ക് മൂലകമാണ്. അടുത്തതോ ഇവിടെ എന്തൊക്കെയാണ്? ലോഹങ്ങൾ കാണാം, അലോഹങ്ങൾ കാണാം, ഉപലോഹങ്ങൾ. ലോഹങ്ങൾ എന്താണെന്ന് അറിയാം, അലോഹങ്ങൾ എന്താണെന്നും അറിയാം. ഉപലോഹങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഇടയിലായിട്ട് കാണപ്പെടുന്നവയാണ് ഉപലോഹങ്ങൾ. ഈ ഉപലോഹങ്ങളും അതുപോലെ തന്നെ ഉത്കൃഷ്ടവാതകങ്ങളും ഒക്കെ ഏതിൽ ഉൾക്കൊള്ളുന്നു? അവരൊക്കെ പി ബ്ലോക്ക് മൂലകങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കോ. ഏതൊക്കെയാണ് ലോഹങ്ങൾ പറയുന്നത്? ലോഹങ്ങള് നമുക്കറിയാവുന്നത് തന്നെയാണ്. അലുമിനിയം, അതുപോലെ ഗാലിയം, ടിന്ന് ഇവരൊക്കെ പി ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്ന ലോഹങ്ങളാണ്. ബോറോണ്, കാർബൺ, നൈട്രജൻ ഇവരൊക്കെ എന്താണ്? പി ബ്ലോക്കിലെ അലോഹങ്ങളാണ്. ജെർമേനിയവും ആഴ്സനിക്കും പി ബ്ലോക്കിലെ ഉപലോഹമാണ്. ഉത്കൃഷ്ട മൂലകങ്ങൾ അതായത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, അലസവാതകങ്ങൾ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തവ, അവരെയാണ് നമ്മൾ ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ തുടങ്ങിയ 18ാം ഗ്രൂപ്പ് മൂലകം പി ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. അവരെന്താണ്? അവര് ഉത്കൃഷ്ട വാതകങ്ങൾ കൂടിയാണ്. അതുപോലെ ഇനി നമ്മള് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? താരതമ്യപ്പെടുത്തിയാണ് പഠിക്കുന്നത്. ഓൾറെഡി നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എസ് ബ്ലോക്ക് മൂലകങ്ങളുമായി താരതമ്യപ്പെടുത്തിയാണ് പി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ നമ്മൾ പഠിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾ ഉയർന്ന അയണീകരണ ഊർജം കാണിക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങളെ പറയുമ്പോൾ
എന്താണ് അയണീകരണ ഊർജം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും താരതമ്യം ചെയ്യുന്ന സമയത്ത് എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് എന്തായിരിക്കും താരതമ്യേന എന്ത് കുറവായിരിക്കും? അയണീകരണ ഊർജം കുറവും. പി ബ്ലോക്ക് മൂലകങ്ങൾ ഉയർന്ന അയണീകരണ ഊർജവും കാണിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ വലിപ്പമാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഏകദേശം നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും വലതുവശത്തായിട്ടാണ് കാണുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ ക്രമാവർത്തന പ്രവണതകൾ പഠിക്കുമ്പോൾ ഇടതു നിന്നും വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരികയും ന്യൂക്ലിയർ ഊർജം, ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് കൂടി വരികയും ചെയ്യുന്നു. സോ ആറ്റത്തിന്റെ സൈസ് ചുരുങ്ങുന്ന സമയത്ത് ന്യൂക്ലിയസും അതിന്റെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളും തമ്മിലുള്ള എന്താണ് ആകർഷണ ബലം വളരെ കൂടുതലും. ആ ആകർഷണ ബലത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ വളരെയധികം ഊർജം കൊടുക്കേണ്ടതായിട്ടും വരുന്നു. അതാണ് ആ കൊടുക്കേണ്ട ഊർജത്തിന്റെ അളവിനെയാണ് അയണീകരണ ഊർജം എന്ന് പറയുന്നത്. ഇവിടെ ആറ്റത്തിന്റെ സൈസ് ചെറുതായത് കൊണ്ട് കൂടുതൽ അയണീകരണ ഊർജം വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉയർന്ന അയണീകരണ ഊർജം വേണമെന്ന്. ഇവിടെ അതിൽ നമ്മൾ നോക്കിയാൽ പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്താൽ ഒരു പീരിയഡ് എടുത്തു കഴിഞ്ഞാൽ ആ പീരിയഡിലെ ഏറ്റവും വലതുവശത്തായിട്ട് കാണപ്പെടുന്നത് ഒരു 18ാം ഗ്രൂപ്പ് മൂലകം അല്ലെങ്കിൽ ഒരു അലസവാതകമായിരിക്കും. അപ്പൊ ആ അലസവാതകത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ അയണീകരണ ഊർജം ഉണ്ടാവുക. ഇനി പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അതായത് ഇലക്ട്രോണിനെ നേടാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നും ഇലക്ട്രോണിനെ നേടാനുള്ള കഴിവിനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നും പറയുന്നു. വലതുവശത്തേക്ക് പോകും തോറും ഇലക്ട്രോണിനെ നേടാനുള്ള കഴിവായ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? 17ാമത്തെ ഗ്രൂപ്പ് മൂലകമായ ഫ്ലൂറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി. രണ്ടാമതായിട്ട് വരുന്നത് ഓക്സിജൻ ആയിരിക്കും. അതുപോലെ അലോഹ സ്വഭാവം കൂടുതലായിരിക്കും. ഇവര് നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയും പോസിറ്റീവ് ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് കഴിവുകളുണ്ട്. പി ബ്ലോക്ക് മൂലകങ്ങള് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും, അതുപോലെ ക്ലോറിൻ ഫ്ലൂറിൻ പോലെയുള്ള പി ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയും കാണിക്കാറുണ്ട്. ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ്? പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതയാണ്. സോ ഇനി ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഇവിടെ എന്താണ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് മൂലകങ്ങൾ തന്നിട്ടുണ്ട്. എക്സിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം 3s2 എന്നും വൈയുടേത് 3s2 3p5 എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ട് പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറയുന്നു. സോ 3s2 ആണെങ്കിൽ ആ ബാഹ്യതമ ഷെല്ല് 3s ആണെങ്കിൽ തൊട്ടു മുന്നിലേക്ക് നമുക്ക് എഴുതി ചേർത്താൽ മതിയാകും 1s2 2s2 2p6. ഇതാണ് പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി 3s2 3p5-ൻ്റെതാണെങ്കിൽ അതിന്റെ തൊട്ടു മുന്നിൽ ഏത് തന്നെയാണ്? 1s2 2s2 2p6. ഇതാണ് പൂർണ്ണമായത്. ഇനി അതിന്റെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം, ഇവിടെ മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിച്ചേർത്താൽ 12 ആണ് 17. ഇനി പീരിയഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 ആണ്. ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 ആണ്. സോ ഇവിടുത്തെ പീരിയഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി വൈയിലുള്ള ഏറ്റവും വലിയത് ഏതായിരിക്കണം? 3 തന്നെയാണ്. സോ ഇതും എന്താണ്? 3-ാം പീരിയഡ് ആണ്. ഇനി നമ്മൾ ഗ്രൂപ്പ് നോക്കുമ്പോൾ നോക്കിക്കേ, അവസാന സബ്ഷെൽ എന്ന് പറയുന്നത് 3s ആണ്. സോ s ആണ്. s ആണെങ്കിൽ എസ്സിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. സോ 2-ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി പി ആണെങ്കിൽ എന്തായിരിക്കും? പിയില് 5 ഇലക്ട്രോണുകൾ. പിയിലാണെങ്കിൽ ആ 5ഓടൊത്ത് എത്ര ചേർത്ത് എഴുതണം? 12 ചേർത്ത് എഴുതിയാൽ കിട്ടുന്നത് ഏതാണോ അതാണ് അതിന്റെ ഗ്രൂപ്പ്, അതായത് 17-ാമത്തെ ഗ്രൂപ്പ്. അടുത്തത് എന്താണ്? ബ്ലോക്ക് ആണ്. ബ്ലോക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? അതായത് അവസാന ഇലക്ട്രോൺ ഇവിടെ 3s-ലാണ്. സോ അതൊരു s ബ്ലോക്ക് മൂലകമാണ്. ഇവിടെ വൈയില് അവസാന ഇലക്ട്രോൺ എന്ന് പറയുന്നത് പിയിലാണ്. അപ്പൊ ഇത് ഏതായിരിക്കും? പി ബ്ലോക്ക് മൂലകമായിരിക്കും. ഇനി ഇതിലെ സംയോജകത 1-ആയ മൂലകം ഏതാണ്? സംയോജകത 1-ആയ മൂലകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ഇവർക്ക് ആർക്കായിരിക്കും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ? 17 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം? 17 എന്ന് പറയുമ്പോൾ നമുക്ക് 2 8 7 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെയാണ് ഈ ക്ലോറിൻ ആവശ്യം അല്ലെ? സോ അതിന്റെ സംയോജകത എന്താണ്? അതിന്റെ സംയോജകത 1 ആയിരിക്കും. ഇനി ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ഏതായിരിക്കും? എസും പിയും കൺസിഡർ ചെയ്താൽ
എസ് ബ്ലോക്ക് മൂലകത്തിനായിരിക്കും ലോഹ സ്വഭാവം കൂടുതൽ. സോ അതേതായിരിക്കും? എസ് ബ്ലോക്ക് മൂലകമായിട്ട് വരുന്നത് എക്സ് ആണ്. അടുത്തത് അയണീകരണ ഊർജം കൂടുതൽ. അയണീകരണ ഊർജം നമ്മൾ പറഞ്ഞു എസും പിയും കൺസിഡർ ചെയ്താൽ ആർക്കായിരിക്കും അയണീകരണ ഊർജം കൂടുതൽ ഉണ്ടാവുക? അയണീകരണ ഊർജം കൂടുതൽ ഉണ്ടാവുന്നത് ആർക്കായിരിക്കും? പീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കായിരിക്കും അയണീകരണ ഊർജം കൂടുതൽ? വൈക്കായിരിക്കും. ഇനി എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക. എക്സും വൈയും ചേർന്ന് എന്താണ്? ഇവിടെ നോക്കിക്കോ, എക്സും വൈയും ചേർന്ന് എഴുതുന്ന സമയത്ത് എക്സിന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് +2 ആണ്. കാരണം എസില് 2 ഇലക്ട്രോൺ ആണുള്ളത്. 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് +2 ഓക്സീകരണാവസ്ഥ. വൈ എന്ന് പറയുന്നത് 2, 8, 7 ആണ്. അതെന്താ ചെയ്യുക? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. സോ അതിൻ്റെത് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? എക്സിന്റെ ഓക്സീകരണാവസ്ഥ 2ഉം വൈയുടെ ഓക്സീകരണാവസ്ഥ 1ഉം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ എഴുതേണ്ടതില്ല. രാസസൂത്രം എഴുതുന്ന സമയത്ത് ഇവിടെ എക്സിൻ്റെത് ഓക്സീകരണാവസ്ഥ 2 എന്ന് എഴുതി ചേർത്തു, വൈയുടേത് 1 എന്ന് എഴുതി ചേർത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് രണ്ടിന്റെയും ഓക്സീകരണാവസ്ഥകളെ പരസ്പരം മാറ്റുക. എക്സിന് താഴെയായിട്ട് വൈയുടെ ഓക്സീകരണാവസ്ഥയായ 1ഉം വൈക്ക് താഴെയായിട്ട് എക്സിന്റെ ഓക്സീകരണാവസ്ഥയായ 2ഉം എഴുതുക. അപ്പൊ x1 y2 എന്ന് നമുക്ക് കിട്ടും. ഇനി രണ്ടിലും ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ x2 y2 എന്നൊക്കെയാണ് നമുക്ക് വന്നതെങ്കിൽ രണ്ടിനെയും പൊതുവായി നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ പൊതുവായി ഹരിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹരിക്കുക. ഇവിടെ 1ഉം 2ഉം ആണ്. അപ്പൊ പ്രത്യേകിച്ച് രണ്ടിലെയും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഒന്നും ഇല്ല. അപ്പൊ എന്താണ്? x1 y2 ആണ്. അപ്പൊ 1 ആണ് ഓക്സീകരണാവസ്ഥയെങ്കിൽ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. പകരം എന്ത് എഴുതാം? xy2 എന്ന് എഴുതാം. സോ ഇവിടെ ഈ ഒരു സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? xy2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് എവിടെ പറയാനുള്ളത്, ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി കുറച്ച് ഹോംവർക്കുകൾ തന്നിട്ടുണ്ട്. അഞ്ചോ ആറോ ഹോംവർക്കുകൾ ഉണ്ട്. അത് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിനി പറയാനുള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.